MLAയും മന്ത്രിയുമാകാൻ ലക്ഷ്യമിട്ടിരുന്നെങ്കിൽ നേരത്തെ തന്നെ അതിന് കഴിയുമായിരുന്നൊരാൾ. കരുനീക്കങ്ങളിൽ മനമിടറി രാഷ്ട്രീയം വിട്ടെങ്കിലും പൊതുജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ നേതാക്കളെക്കാൾ വലിയ ഇടപെടലുകളാണ് ഡിജോ കാപ്പൻ നടത്തിയത്. KSRTC, റെയിൽവേ ഉൾപ്പെടെ പൊതുഗതാഗതം, വൈദ്യുതി, വിദ്യാഭ്യാസം, ആരോഗ്യം, കാർഷിക മേഖല, ഉപഭോക്തൃ വിഷയങ്ങൾ, വാക്കുകൊണ്ടും നിയമം കൊണ്ടും ഡിജോ നടത്തിയ ഇടപെടലുകൾ പൊതുസമൂഹത്തിന് നൽകിയ ആശ്വാസവും മാറ്റവും ചെറുതല്ല. പാലാ കേന്ദ്രമായി രൂപീകരിച്ച സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ട്രസ്റ്റായിരുന്നു ഇതിനെല്ലാം മേൽവിലാസം. 2004 PC തോമസിന്റെ മൂവാറ്റുപുഴ പാർലമെന്റ് മണ്ഡലത്തിലെ വിജയം, തൃക്കാക്കരയിൽ നിന്ന് PT തോമസിന്റെ വിജയം, പിന്നീട് ഉമാ തോമസിന്റെ വിജയം, ഇവയിലൊക്കെ ഡിജോ കാപ്പന്റെ തന്ത്രങ്ങളും ആസൂത്രണവുമുണ്ട്. കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. മൂവാറ്റുപുഴ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രത്യേക ഒരു രീതിയിൽ വെറും 529 വോട്ടിനാണ് ജയിച്ചത് പാർലമെൻറ്റിലേക്ക്. അങ്ങനെ വിജയിച്ചപ്പോൾ അന്നത്തെ ആ ഓരോ വോട്ടും നേടിത്തന്നതിൽ ശ്രീ ഡിജോ കാപ്പനുണ്ടായിരുന്ന പങ്ക് എനിക്കൊരിക്കലും മറക്കാനാവില്ല. അദ്ദേഹം കൂടുതൽ നാൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വ്യാമോഹിച്ചു പോവുകയാണ്. കേരള കോൺഗ്രസ് വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSCയിലൂടെ പ്രവർത്തനം തുടങ്ങിയ ഡിജോ കാപ്പൻ അക്കാലത്ത് ക്യാമ്പസുകളിലെ ശക്തിയായിരുന്ന KSCയുടെ അമരക്കാരനായി മാറി. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന അധ്യക്ഷൻ, പാർട്ടി ജനറൽ സെക്രട്ടറി പദവികൾ, കോളേജ് യൂണിയൻ ചെയർമാൻ, യൂണിയൻ കൗൺസിലർ, സെനറ്റ് അംഗം, യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി, അങ്ങനെ പദവികൾ ഏറെ തേടിയെത്തി. പഠിക്കുക, പഠിക്കാൻ അനുവദിക്കുക എന്ന മുദ്രാവാക്യം അന്ന് ക്യാമ്പസുകൾക്ക് സമ്മാനിച്ചത് കാപ്പനാണ്. പിന്നീട് കേരള കോൺഗ്രസ് ബി സംസ്ഥാന സെക്രട്ടറിയുമായി. മധ്യ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ മിന്നി നിന്ന ഡിജോ കാപ്പൻ. കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കളും ഡിജോ കാപ്പന് സുഹൃത്തുക്കളാണ്. അന്ത്യകർമ്മങ്ങളെപ്പറ്റി PT തോമസ് തൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തിയത് ഡിജോ കാപ്പനോട്. കേരള കോൺഗ്രസിൻ്റെ 2ാം തലമുറയിലെ മികച്ച നേതാവുമായിരുന്നു ഡിജോ കാപ്പൻ. ഒരു സിനിമയും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.